ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. ആലപ്പുഴയിൽ മാതാപിതാക്കളെ ആ, മകൻ വെട്ടിക്കൊന്നു. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ബാബു കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, എന്താണ് സംഭവിച്ചത് അവിടെ? ഈ വീട്ടിൽ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, സ്ഥിരം മദ്യപാനി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നും മദ്യപിച്ചെത്തി വീട്ടിൽ വലിയ തോതിലുള്ള അലമ്പുണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ, മാതാപിതാക്കളെ മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ മർദ്ദനത്തെ ചെറുക്കുന്നതിനിടെയാണ് ഈ ആഗ്നസ് ഒപ്പം ഇയാളുടെ പിതാവ്, ഈ ആഗ്നസ് അമ്മയാണ്, ഒപ്പം ഈ പിതാവിനെയും ഒക്കെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. വീടിന് വരാന്തയിൽ വെച്ചാണ് ഇരുവരെയും വെട്ടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ രണ്ടുപേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായ പരിക്ക് രണ്ടുപേർക്കും ഈ സമയത്ത് തന്നെ ഏറ്റിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക്, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തലയ്ക്കും നെഞ്ചിനും കഴുത്തിനും വയറിനുമടക്കം എല്ലാ ഭാഗങ്ങളിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മദ്യപാനം ഈ വീട്ടിനുള്ളിലും, ഇന്ന് ഈ കൃത്യം നടക്കുന്നതിന് മുമ്പ് വീടിനുള്ളിലും ഈ മദ്യപാനം നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിൽ മദ്യക്കുപ്പി കാണുന്നുണ്ട്. ഒപ്പം ഈ വീടിന്റെ വരാന്തയിൽ വലിയ തോതിൽ ചോര ഇപ്പോഴും തളം കെട്ടി കിടക്കുകയാണ്. ഈ വരാന്തയിൽ വെച്ചാണ് ഈ രണ്ടുപേരെയും ഈ ആക്രമണത്തെ ചെറുക്കുന്നതിനിടെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. എന്തായാലും അതീവ ഗുരുതര പരിക്ക്, ആഴത്തിലുള്ള മുറിവടക്കം ഇരുവരുടെയും ദേഹത്തുണ്ട്. അല്പസമയം മുമ്പാണ് ഈ രണ്ട് മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ ഇയാൾ എവിടെയാണ്, ഈ കൃത്യം നടത്തിയതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് ഈ ബാബു എന്ന് പറയുന്ന ഇവരുടെ മകൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതുവരെ ഇയാളെ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. അശ്വിൻ, ഇത് ഈ സംഭവം നടക്കുമ്പോൾ ഈ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനോ ഒന്നും അയൽക്കാരോ നാട്ടുകാർക്കോ ഒന്നും കഴിഞ്ഞില്ല? വളരെ വൈകിയാണോ ഈ സംഭവമൊക്കെ നാട്ടുകാരും ഒക്കെ അറിയുന്നത്? വളരെ അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമാണ് വിജയകുമാർ. അത്രത്തോളം ജനസാന്ദ്രതയുള്ള, അല്ലെങ്കിൽ ഒരു മതിലിനപ്പുറം മറ്റൊരു വീടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു, ഒപ്പം ആംബുലൻസിലും വിവരം അറിയിച്ചു. അവരെത്തി ആംബുലൻസിൽ നിന്ന് ആളുകളെ, ഈ രണ്ട് ഗുരുതരമായി പരിക്കേറ്റ, ആഴത്തിൽ മുറിവേറ്റ രണ്ടുപേരെയും ആംബുലൻസ് വിളിച്ച് അകത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഇവരുടെ മരണം സംഭവിച്ചിരുന്നു. അത്രത്തോളം ഗുരുതരമായ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരുന്നത്. അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ്, ഒപ്പം ക്രൂരമായ ആഴത്തിലുള്ള വെട്ടാണ് ഈ രണ്ടുപേർക്കും ഏറ്റത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ നാട്ടുകാർക്ക് ഇയാളെ പിടികൂടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അത്രത്തോളം അക്രമാസക്തനായിരുന്നു ഈ പ്രതിയായ ബാബു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീടിന്റെ പിൻവശത്തു കൂടി ഇയാൾ ഇറങ്ങി ഓടി എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. നിലവിൽ പോലീസ് ആലപ്പുഴ നഗരമാകെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. ഉടൻ തന്നെ പിടികൂടാനാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. അതിദാരുണമായൊരു വാർത്തയാണ് ഈ രാത്രി വൈകി വരുന്നത്. ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബാബു, മകൻ്റെ പേര് ബാബു എന്നാണ്. അയാൾ അവിടെ ഒന്ന് ഓടിപ്പോയി. അയാൾ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് ഇപ്പോൾ. അയാൾ പിടിയിലായിട്ടുണ്ട്. അയാളെ പിടിയിലായിട്ടുണ്ട്. അശ്വിൻ, അയാളെ പരിസരത്ത് വെച്ച് തന്നെ പിടികൂടിയെന്ന് തോന്നുന്നു പോലീസ്, അല്ലേ? ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് വിജയകുമാർ, ഈ സമീപത്തെ ഒരു ബാറിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടത് സമീപത്തെ ഒരു ബാറിലേക്കാണ്. ആ ബാറിൽ നിന്ന് ഇയാളെ പോലീസ് സംഘം പിടികൂടി എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് വരുന്നത്. എന്തായാലും അത്രത്തോളം അബോധാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വിവരം കേൾക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പെറ്റു വളർത്തിയ അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ബാറിൽ പോയി മദ്യപിക്കുകയാണ് ആ മകൻ ചെയ്തത്. അവിടെ നിന്നാണ് നിലവിൽ ഇപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഏകദേശം ഒരു 9 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നു. വീട്ടിൽ തർക്കവും അടിയും ബഹളവും എല്ലാം ഉണ്ടാകുന്നു. അതിനിടെ കയ്യിൽ കരുതിയിരുന്ന, വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച അച്ഛനെയും അമ്മയെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ആഴത്തിലേറ്റ മുറിവിൽ തൽക്ഷണം തന്നെ ഇരുവരും മരണപ്പെടുകയാണ്. അതിനുശേഷം നാട്ടുകാർ ബഹളം വെച്ചതോടുകൂടി ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി ബാബു സമീപത്തെ ഒരു ബാറിൽ
കയറി മദ്യപിക്കുന്നു. അതിനിടെ പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്ത് ഇയാളുടെ വഴി കണ്ടെത്തി ഈ ബാറിൽ നിന്ന് ഇയാളെ പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. വിജയകുമാർ.